ആൻഡ് അതുകൊണ്ട് രാംമോഹൻ റോയുടെ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ ഹിന്ദുസ് ഡോണ്ട് നീഡ് ടു കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി to save themselves. Okay. They have to only convert to their original religion. All right. Original religion as he defined. Yeah. Adana Rammohan Roy. And Arya Samaj is very much a mass movement kind of thing. Pashune, the sacred cow ne ഒരു emblem ആക്കിയിട്ട് അത് പല പല ജാതികൾക്കും cow is sacred. അപ്പം നിങ്ങളുടെ ജാതി എന്താണെങ്കിലും നിങ്ങളെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടി cow became an important motive. മാത്രമല്ല തിലകൻ എന്തൊക്കെ പറഞ്ഞാലും കാസ്റ്റ് അങ്ങനെ വിടാനൊരു താല്പര്യക്കുറവുണ്ട്. ക്രിസ്ത്യൻസും ഹിന്ദുസും തമ്മിലുള്ള ഡിബേറ്റ്സ് പറയുന്നില്ല. അതുപോലെ 19th century 18th century ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിലുള്ള ഡിബേറ്റ്സ് അതുപോലെ തന്നെ പബ്ലിക് ഇന്ത്യ തന്നെ പബ്ലിക് ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. ഒരു മുസ്ലിം മൗലവിയും ക്രിസ്ത്യൻ മിഷണറിയും കൂടെ ഒരുമിച്ചിരുന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ ഇരുന്ന് അവർ ഇങ്ങോട്ടും അങ്ങോട്ടും വാദിക്കും. പിന്നെ അത് ന്യൂസ് പേപ്പർ കവറിൽ വരും. അതുണ്ട്. കുറച്ച് ബ്രാഹ്മിൻസ് ബ്രിട്ടീഷ് ഫ്ലാഗിനെ പൂജിച്ച് മാലയൊക്കെ ഇട്ട് ബ്ലെസ് ചെയ്യുന്ന ഒരു ഇതാണ്. അതുപോലെ യൂറോപ്പിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ യൂറോപ്പില് ഇംഗ്ലണ്ടില് പ്രഷർ കൂടുന്നു. അവിടെ ആൾക്കാർ കുറ്റം പറയുന്നു, നിങ്ങൾ എങ്ങനെ ഇവിടെ ബ്രാഹ്മിൻസിന് സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെ ഇന്ത്യയിൽ ടെമ്പിൾസിൽ ഇരിക്കുന്ന ഈ സോ കോൾഡ് മോൺസ്ട്രസ് ഗോഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ 1857 റിബല്യനിലെ മുഗൾ ലീഡേഴ്സ് ആണെങ്കിലും അവധിലെ ബേഗം ആണെങ്കിലും ഇവരെല്ലാം പറയുന്നത് ഇസ്ലാമും ഹിന്ദുസും രണ്ടും അണ്ടർ അറ്റാക്ക് ആണ് ഫ്രോം ദ വെള്ളക്കാരൻ ആൻഡ് ഫ്രോം ദ മിഷണറി. അതുകൊണ്ട് വി ഹാവ് ടു വർക്ക് ടുഗദർ ടു ഗെറ്റ് ദിസ് പേഴ്സൺ ഔട്ട് ഓഫ് ദ കൺട്രി എന്നുള്ള ആ ഒരു റിലീജിയസ് സെന്റിമെന്റും കൂടെ ഉണ്ടായി വരുന്നു. രാംമോഹൻ റോയ്ക്കും പിടിക്കുന്നില്ല കൃഷ്ണനും ഗോപികളും ഇങ്ങനെ കളിക്കുന്നു തോന്നുന്നു. അവർക്ക് അയാൾക്കും ഇഷ്ടമില്ല. കാരണം അയാളുടെ വിചാരം ഇത് മോശമാണ്. വളരെ പ്യൂരിറ്റൻ ഒരു പ്രൊട്ടസ്റ്റന്റ് ആംഗിൾ ആണ് അദ്ദേഹം വരുന്നത്. ഇവിടെ വരുന്നൊരു ഇതെന്ന് വെച്ചാൽ ഈ വെസ്റ്റേണേഴ്സ് വരികയും യൂറോപ്യൻസ് വരികയും ഇന്ത്യയിൽ വരികയും ഹിന്ദുക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഡിബേറ്റ്സ് ഒക്കെ നടക്കുമ്പോഴും ആർ ദൈ കൺസിഡറിങ് ഹിന്ദുയിസം ആസ് എ റിലീജിയൻ? ബിക്കോസ് ഒരു ഒറിജിനേറ്റർ ഇല്ല, ഒരു കോമൺ പുസ്തകമില്ല, ഒരു രേഖ എവിടെ തുടങ്ങി എന്നുള്ളതിനൊരു ഡീറ്റെയിൽസ് ഇല്ല. അവരുടെ ഒരു വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ മതം എന്ന് പറയുമ്പോൾ ഇതൊക്കെ വേണമല്ലോ. സോ അവർ ഇതിനെ സമ്മതിച്ചുവായിരുന്നോ, ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തോ? അവർക്കൊരു സെൻസ് ഉണ്ടായിരുന്നു ഇത് ഒരു കോമൺ ഫ്രെയിം വർക്ക് ആണ്. അപ്പം ഒരു റിലിജൻ എന്ന് പറഞ്ഞാൽ ഇപ്പം താങ്കൾ പറഞ്ഞത് അത് വൺ വേ ഓഫ് ഡിഫൈനിങ് എ റിലിജൻ ആണ്. എല്ലാ റിലിജൻസ് നീഡ് നോട്ട് ബി ഡിഫൈൻഡ് ഇൻ ദാറ്റ് വേ. ആൻഡ് ഇവിടെ ഉള്ളവർക്ക് അതായിരുന്നു. ഇവരുടെ ഒരു റിലിജൻ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഫ്രെയിം വർക്ക് ആണ്, അല്ലാതെ ഒരു കോമൺ കൾച്ചറൽ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഫാബ്രിക് ആണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു പുസ്തകമോ ഒരു ആളോ അങ്ങനെയൊന്നും വേണമെന്നില്ല. ഇൻഫാക്ട് ഇതിനുള്ളിൽ തന്നെ കോൺട്രഡിക്ടറി ആയിട്ട് ചില സ്കൂൾസ് കാണും, കോൺട്രഡിക്ടറി ആയിട്ട് ചില ട്രഡീഷൻസ് കാണും. എന്നാലും അതിനൊക്കെ അവകാശം ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്തിരുന്നത്. ഈ മുമ്പ് പറഞ്ഞ സീഗൻബാഗ് എന്ന് പറഞ്ഞ മിഷണറി ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിയാണ് ഇന്ത്യയിൽ വന്നത് 18ാം നൂറ്റാണ്ടിൽ. ഹി കണ്ടക്ടഡ് എൻ എക്സ്ചേഞ്ച് വിത്ത് ലോട്ട്സ് ഓഫ് പീപ്പിൾ ത്രൂ ലെറ്റേഴ്സ്. ഒരുപാട് ആൾക്കാർക്ക് കത്തുകൾ എഴുതി. ആ കത്തുകൾ ഒരു 100 കത്തുകൾ കാണും. അതിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്താൽ ഇറ്റ്സ് വെരി ഫാസിനേറ്റിംഗ് ടു റീഡ്. കാരണം അതിനകത്ത് ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ബിക്കോസ് ഒരു കത്തിൽ ഒരാൾ എഴുതിയിട്ടുണ്ട് ഇത് പല പല സെക്ട്സ് ഉണ്ട്, പല പല ഗ്രൂപ്പ്സ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ റിലിജൻ ഒന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാം കൂടെ ഒരു സൈഡിൽ തന്നെ വരുന്നതാണ്, നിങ്ങൾ വേറെ ഒരു സൈഡിലേക്ക് വരുന്നതാണ്. അപ്പം അങ്ങനെ ഒരു വേഗ് നോഷൻ ഉണ്ടായിരുന്നു. അത് ദ വേർഡ് ഐ വുഡ് യൂസ് ഇസ് കുറെ കൂടെ ഫസി ആയിരുന്നു. ഇൻ ദ സെൻസ് ദാറ്റ് ഇത് അങ്ങനെ ഇത് മാത്രം എന്നുള്ള ഐഡന്റിറ്റി അല്ല, വേറെ ഐഡന്റിറ്റീസ് ഉണ്ട്. ഇപ്പം വൈഷ്ണവ ഐഡന്റിറ്റി കാണും, ശൈവ ഐഡന്റിറ്റി കാണും, ജാതി കൊണ്ടുള്ള വെച്ച ഐഡന്റിറ്റി കാണും. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ഫേസിങ് അനദർ റിലിജൻ, നമ്മളും ഒരു റിലിജൻ ആണെന്ന് ആർഗ്യൂ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കഴിവും ഒരു ഫിലോസോഫിക്കൽ കോണ്ടന്റും ഇവിടെ ഉള്ളവർക്ക് ദേ വർ ഏബിൾ ടു മാർഷൽ ഇറ്റ് ആൻഡ് സമ്മൺ ഇറ്റ്. ഒരു ഹിസ്റ്റോറിയൻ എന്നുള്ള രീതിയിൽ ഒരു മതത്തിൻ്റെ പഠിക്കുമ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒരു ഹിസ്റ്റോറിയൻ്റെ പ്രശ്നമാണോ? ഒറിജിൻ ഇല്ല, ഒറിജിനേറ്റർ ഇല്ല, സിമ്പിൾ ബുക്കില്ല. ഒരു മതചരിത്രം പഠിക്കുമ്പം അത് ഒരു പ്രശ്നമായിട്ട് തോന്നി അല്ല. ആക്ച്വലി ഒരു നല്ല ഹിസ്റ്റോറിയൻ ആണെങ്കിൽ ദ ഫസ്റ്റ് തിങ് യു ഡു ഇസ് ടു റൈസ് അബവ് ദാറ്റ് ഫ്രെയിം വർക്ക്. അതും ഒരു ചരിത്രം വേണം, പുസ്തകം വേണമെന്നില്ല, ഫ്രെയിം വർക്ക് ആണ്. അതെ, ആ ഫ്രെയിം വർക്ക് കൂടെ നോക്കിയാൽ നമുക്ക് റിലിജൻ കാണില്ല. പക്ഷെ ആ ഫ്രെയിം വർക്ക് നീക്കിയിട്ട് ഓരോ കൾച്ചറിനും അതിൻ്റെതായ രീതി ഓഫ് ഡിഫൈനിങ് ദെയർ റിലീജിയസ് ഐഡന്റിറ്റി ഉണ്ട്. അത്രയും നമുക്ക് മനസ്സിലാക്കിയാൽ then it's easier to understand. ഓക്കെ. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഈ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് വരുന്നു, അത് കഴിഞ്ഞ് യൂറോപ്യൻസ് വരുന്നു, അതിലൊക്കെ ഇതുപോലുള്ള ഡിബേറ്റ്സും മറ്റൊക്കെ നടക്കുന്നു. കൊളോണിയലിസം വരുന്നു, കൊളോണിയലിസം, മിഷണറീസ് വരുന്നു. ഈ കൊളോണിയലിസത്തിൻ്റെ ഇമ്പാക്റ്റ് ആണ് ശരിക്കും ഈ പുസ്തകത്തിൽ എങ്ങനെയാണ് ഹിന്ദു ഐഡൻറ്റിറ്റി കൊളോണിയലിസം തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്. അതുകൊണ്ടാണോ ഈ ക്രിസ്ത്യൻ ഇമ്പാക്റ്റ് മാത്രമായിട്ട് കണ്ടത്? പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്കറിയില്ല എത്രത്തോളം ഇമ്പാക്റ്റ് ഈ ഇസ്ലാമിക് ഒരു ട്രഡീഷൻ നമ്മുടെ ഏറ്റവും കൂടുതൽ അധികാരത്തിലിരുന്നത് ഒരുപക്ഷെ കൊളോണിയലിസത്തേക്കാൾ കൂടുതൽ ഇന്ത്യ ഭരിച്ചത് അവരാണ്. അതിന്റെ ഇമ്പാക്ട് ഓൺ ഹിന്ദുയിസം എന്തുകൊണ്ടാണ് ഇതിനകത്ത്? അത് ആക്ച്വലി വേറൊരു പുസ്തകം വേണം, കാരണം അത് വേറൊരു പീരീഡിലാണ് തുടങ്ങുന്നത്, മിഡീവൽ പീരീഡിലാണ് തുടങ്ങുന്നത്. ഇപ്പം ടെക്നോളജി മേക്സ് എ ബിഗ് ഡിഫറൻസ്. ക്രിസ്ത്യൻ ഇമ്പാക്ട് വരുമ്പോഴേക്കും പ്രിന്റിംഗ് ഉണ്ട്. പ്രിന്റിംഗ് കാരണം എന്ത് പറ്റുന്നു? പ്രിന്റിംഗ് ഉള്ളതുകൊണ്ട്
ഹോളി ടെക്സ്റ്റ് ഇത്രയും നാളെ ചില ഗ്രൂപ്പ്സ് മാത്രം ഉപയോഗിച്ചു. ആ സമുദായത്തിൽ തന്നെ എല്ലാവർക്കും ആക്സസ് ഇല്ല, ചിലവർ മാത്രം അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്ത് നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഭാഷകളിലൊക്കെ ആയിരുന്നു ഹോളി ബുക്സ് വെച്ചിരുന്നത്. പ്രിന്റിംഗ് വരുമ്പോൾ ഇതൊക്കെ മാറുന്നു, ജനകീയമാവുന്നു, ആൾക്കാർക്ക് വായിക്കാം, ആ സമുദായത്തിൽ അല്ലാത്ത ആൾക്കാർക്കും വായിക്കാം, അപ്പൊ ക്രിട്ടിസൈസും ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ടെക്നോളജി പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദീസ് തിങ്സ്. പിന്നെ ട്രേഡ്, കമ്മ്യൂണിക്കേഷൻ, ലോകം ചുരുങ്ങി 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 വരുന്ന ഒരു കാലമാണ്, കമ്മ്യൂണിക്കേഷൻസ് അടുത്തടുത്ത് വരുന്ന ഒരു കാലമാണ്. അപ്പോൾ ഡിസ്റ്റൻസസ് ബിക്കം ലെസ് ആൻഡ് ലെസ് ഇമ്പോർട്ടൻറ്റ്. പിന്നുള്ള കാലത്ത് റെയിൽവേസ് വരുന്നു. അപ്പം ജോഗ്രാഫിക്കലിയും ആൾക്കാർ കുറച്ചുകൂടെ അടുത്തടുത്ത് വരുന്ന ഒരു കാലമാണ് ഈ ക്രിസ്ത്യൻ പീരീഡ്. ഇസ്ലാം ആകുമ്പം അതിന് മുമ്പുള്ള പീരീഡാണ്, മിഡീവൽ പീരീഡാണ്. അപ്പോൾ അതിനെ പഠിക്കാൻ വേണ്ടി വേറെ ഒരു കാഴ്ചപ്പാട്, വേറെ ഒരു സെറ്റ് ഓഫ് സ്കിൽസ് ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഡിസേർവ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബുക്ക്. പക്ഷെ ആ പുസ്തകം ആർക്കെങ്കിലും എഴുതണമെങ്കിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പുസ്തകമായിരിക്കും. കാരണം ഇതിനകത്ത് ഞാൻ മാറ്റി വെക്കുന്നില്ല, മനു തന്നെ എഴുതണം ആർക്കെങ്കിലും. അല്ലല്ല, പക്ഷെ ഇതിനകത്ത് ക്രിസ്ത്യൻസും ഹിന്ദുസും തമ്മിലുള്ള ഡിബേറ്റ്സ് പറയുന്നല്ലോ. അതുപോലെ 19th century 18th century ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിലുള്ള ഡിബേറ്റ്സ്. അതുപോലെ തന്നെ ഇന്ത്യ തന്നെ പബ്ലിക് ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. ഒരു മുസ്ലിം മൗലവിയും ക്രിസ്ത്യൻ മിഷണറിയും കൂടെ ഒരുമിച്ചിരുന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ ഇരുന്ന് അവർ ഇങ്ങോട്ടും അങ്ങോട്ടും വാദിക്കും. പിന്നെ അത് ന്യൂസ് പേപ്പർ കവറേജിലൊക്കെ വരും. അതുണ്ട്. ദാറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് ഫാസിനേറ്റിംഗ്. ഞാൻ അതിൻ്റെയും കുറേ ഡേറ്റ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ പിന്നെ ഐ ഡിസൈഡഡ് അതും കൂടെ കൊണ്ടുവന്നാൽ ദ ബുക്ക് വിൽ ബിക്കം വെരി വാസ്റ്റ്. അപ്പൊ അതിനെക്കാട്ടി നല്ലത് ഹിന്ദു ക്രിസ്ത്യൻ ഡിബേറ്റ്സിനെ വെച്ചോണ്ട് ഈ പർട്ടിക്കുലർ ഇപ്പൊ മനു കവർ ചെയ്യുന്ന പീരീഡിലും ഈ മുസ്ലിം ഇൻഫ്ലുവൻസും മുസ്ലിം ഡിബേറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടാവും. എല്ലാം പാരലലി നടക്കുന്നുണ്ടാവുമല്ലോ. അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് തന്നെ എഴുതേണ്ടത് കൊണ്ട് ഇതിനകത്ത് കൈകാര്യം ചെയ്തില്ല. കാരണം അതിന്റെ ഒരു ലോങ്ങർ ഹിസ്റ്ററി മിഡീവൽ പീരീഡ് മുതലുള്ള. അതെ, റൈറ്റ്. സോ കൊളോണിയൽ ഇമ്പാക്ട് ഇന്ത്യ, ഐ മീൻ അവരെന്താണ് ഹിന്ദുവിസമായിട്ട് സംവദിക്കാനുള്ള കാരണം? വൈ ഡിഡ് ദേ ഡു ഇറ്റ്? ഐ മീൻ എന്താണ് ആദ്യ സമയത്ത്? അതെ, അത് അവരുടെ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി. വേറെ ഒരു കൾച്ചറിൽ വരുന്നു, അവിടെ ഈ കുറെ സ്ഥലങ്ങളൊക്കെ കീഴടക്കി എടുത്തെങ്കിലും ഒരു സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി അവർക്കുണ്ടായിരുന്നു, ഒരു സെൻസ് ഓഫ് ആങ്സൈറ്റി ഉണ്ടായിരുന്നു. മാത്രമല്ല അവരുടെയും പട്ടാളത്തിൽ ഫൈറ്റ് ചെയ്യുന്ന ഇന്ത്യൻ സോൾജേഴ്സ് തന്നെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യൻ അമ്പലങ്ങളെ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ ദൈവങ്ങളെ പോയി അവരുടെ ട്രഷറി എടുക്കുക, അതൊന്നും നടക്കില്ല. അതുകൊണ്ട് കുറെ കൂടെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇൻക്ലൂഡിങ് കാസ്റ്റ് ബേസ്ഡ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ നാള് നിൽക്കാനുള്ള ശ്രമത്തിലിരുന്നു. ആക്ച്വലി ഒരു 17th century ഒരു പോയമുണ്ട്, അതിനകത്ത് വിശ്വഗുണ ദർശനം എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് 2 ഗന്ധർവന്മാർ ഇന്ത്യയുടെ ഒരു ഓൾ ഇന്ത്യ ടൂറിൽ ഇങ്ങനെ പറന്നു പോവാണ്. അപ്പോൾ ഒരു സമയത്ത് അവർ മദ്രാസിലും വരും. ആദ്യം ഒരു ഗന്ധർവൻ പറഞ്ഞു, ഇത് വളരെ മോശമായിട്ടുള്ള ആൾക്കാർ, ബ്രാഹ്മണന്മാരെ ഒന്നും റെസ്പെക്ട് ചെയ്യാത്ത ഒരു കൂട്ടം വെള്ളക്കാരാണ്. പക്ഷെ മറ്റു ഗന്ധർവൻ പറഞ്ഞു, ഇല്ല അങ്ങനെ അവരെ പറയണ്ട, നല്ല ക്വാളിറ്റീസും ഉണ്ട്, അവർ സത്യമായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളൊക്കെ ഈ കൺട്രിയിൽ വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഇന്ത്യൻ സൈഡിൽ ഒരു ആംബിവലൻസ് കാണുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഒരു പടമുണ്ട്, അത് കാണുന്നത് നമ്മൾ ഈ കുറച്ച് ബ്രാഹ്മിൻസ് ബ്രിട്ടീഷ് ഫ്ലാഗിനെ പൂജിച്ച് മാലയൊക്കെ ഇട്ട് ബ്ലെസ് ചെയ്യുന്ന ഒരു ഇതാണ്. ബ്രിട്ടീഷുകാർ പൂരി ജഗന്നാഥ് അമ്പലമുള്ള സ്ഥലം ഒറീസയിൽ അത് കീഴടക്കി എടുത്ത സമയത്ത് അവിടുത്തെ ബ്രാഹ്മിൻസ് വലിയൊരു സംസ്കൃത് ലെറ്ററാണ് അയച്ചത്. ഇതിന് മുമ്പുണ്ടായിരുന്ന മറാഠാസിന് അടിയിൽ ഞങ്ങൾ തീരെ മോശമായിട്ടായിരുന്നു ജീവിക്കുന്നത്, നിങ്ങൾ വന്നുകൊണ്ട്, വെള്ളക്കാരൻ വന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിച്ചു, ഇനി എന്നും പൂരി അധികാരത്തിൽ തന്നെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രാഹ്മിൻസും എഴുതുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും ഒരു സെൻസ് ഓഫ് ഫുൾ അഗ്രിമെന്റ് ഇല്ല, പക്ഷെ ഒരു സെൻസ് ഓഫ് ഓക്കെ ലെറ്റ്സ് സീ ഹൗ ദിസ് വിൽ ഗോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണുന്നുണ്ട്. ഇവിടെയും പക്ഷേ വ്യത്യാസം വരുന്നത് യൂറോപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ കാരണമാണ്. കാരണം യൂറോപ്പിൽ നടക്കുന്ന ആദ്യ സമയത്ത് ഇവിടെയുള്ള ബ്രിട്ടീഷുകാർ വളരെ റെസ്പെക്ട്ഫുൾ ആയിരുന്നെങ്കിലും യൂറോപ്പിൽ ഈ സമയത്ത് കുറേ ചേഞ്ചസ് നടക്കുന്നുണ്ട്. 18ാം നൂറ്റാണ്ടിൽ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന ഒരു ഫിനോമിനുണ്ട്. റീസൺ, റാഷണാലിറ്റി, റിലിജനെ എതിർക്കുന്ന ഒരു ഇന്റലക്ച്വൽ മൂവ്മെന്റ് വന്നു. അവിടെ വന്നു. അങ്ങനെ ഒരു മൂവ്മെന്റ് വരുമ്പോൾ എപ്പോഴും അതിനൊരു ബാക്ക്ലാഷും വരും. അതിന്റെ ഒരു ബാക്ക്ലാഷ് എന്ന് വെച്ചാൽ 19ാം നൂറ്റാണ്ടായപ്പോഴേക്കും വളരെ ഒരു പ്രോ റിലീജിയസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റും ഉണ്ടായി വന്നു, ഒരു ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ ക്ലാസ് സ്ട്രക്ചേഴ്സ് ഒക്കെ മാറാൻ തുടങ്ങി, പുതിയൊരു മിഡിൽ ക്ലാസ് ഉണ്ടായി വന്നു. ഇന്നും നമ്മുടെ കൺട്രിയിൽ തന്നെ ഒരു ന്യൂ റിലീജിയോസിറ്റി നമ്മൾ കൂടുതലും കാണുന്ന ഒരു മിഡിൽ ക്ലാസ്സിലാണ്. കാരണം പോസ്റ്റ് ലിബറലൈസേഷൻ, ആ ഒരു ബേസ്റ്റ് ഓഫ് പ്രോസ്പെരിറ്റിയിൽ ഉണ്ടാകുന്ന ചില സോഷ്യൽ കോൺസിക്വൻസസ് ആണിത്. അതുപോലെ യൂറോപ്പിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ യൂറോപ്പില്, ഇംഗ്ലണ്ടില് പ്രഷർ കൂടുന്നു. അവിടെ ആൾക്കാർ കുറ്റം പറയുന്നു, നിങ്ങളെങ്ങനെ ഇവിടെ ബ്രാഹ്മിൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങളെങ്ങനെ ഇന്ത്യയിൽ ടെമ്പിൾസിൽ ഇരിക്കുന്ന ഈ സോ കോൾഡ് മോൺസ്ട്രസ് ഗോഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവിടെ സ്ത്രീകളെ കത്തിച്ച് കളയുന്ന കൾച്ചറാണ്, കുട്ടികളെയൊക്കെ ക്രോക്കഡൈൽസിന് കഴിക്കാൻ കൊടുക്കുന്ന കൾച്ചറാണ് എന്നൊക്കെയുള്ളൊരു സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടല്ലോ അവരുടെ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബ്രിട്ടീഷുകാർ ഷുഡ് നോട്ട് ബി സപ്പോർട്ടിംഗ് എന്നുള്ള അവിടുന്ന് ക്രിറ്റിസിസം വരുന്നു. അപ്പോൾ അവിടെ പാർലമെന്റിൽ കുറേ പ്രഷർ സ്ലോലി കൂടി വന്ന് അവസാനം 1813 പാർലമെന്റിൽ നിന്ന് ഓർഡർ വരുന്നു, മിഷണറീസിനെ ഇനിയും ഇന്ത്യയിലേക്ക് പെർമിറ്റ് ചെയ്യണം, പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ്സിനെ. എന്നാലും ഒരു കണ്ടീഷനുണ്ട്, ഇൻ ദാറ്റ് ലോക്കൽ ഒഫീഷ്യൽസ് തീരുമാനിക്കും
നിങ്ങൾക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പം നിങ്ങളൊരു ഏരിയയിൽ വന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള അധികാരം ലോക്കൽ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനുണ്ട്. അപ്പം മിഷണറിമാർക്ക് അത് പോരാ, കുറച്ചുകൂടെ ആക്സസ് വേണം. അപ്പം പിന്നെ ഒരു 20 വർഷം ക്യാമ്പയിനൊക്കെ ചെയ്ത് 1830s ആകുമ്പോഴേക്കും ഫുൾ ആക്സസ് ടു ഇന്ത്യ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും യു സീയിങ് ദറ്റ് ഹിന്ദുസ് ആർ ഓൾസോ ബിക്കമിങ് മോർ എന്താ പറയുന്നത്, ഒരു ഡിഫെൻസീവ് ഇൻ വേരിയസ് വേസ്. അതിന് പല രീതികളുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് കഥ ഞാനിപ്പോൾ എല്ലാ ടോക്സിലും ഈ പുസ്തകത്തിൻ്റെ പറയാറുള്ളത്, ഒരു കഥ കേൾക്കുന്നുണ്ട് ഈ സമയത്തുണ്ടായി വരുന്നതാണ്. ക്രിസ്ത്യാനിറ്റി ഇപ്പം വന്നിട്ടുണ്ട്, വെള്ളക്കാരനും ഉണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും ഒരു ഇന്ത്യൻ വേൾഡ് വ്യൂയിലേക്ക് ഫിറ്റ് ചെയ്യണം, അർത്ഥം കൊടുക്കണം. ഇത് പുറത്തുനിന്ന് വന്നതല്ലേ. അപ്പോൾ അതവർ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ, ഒരു കഥയെ പറയുന്നു, ഹിന്ദു ട്രഡീഷൻസ് കാരണം എല്ലാവരും അങ്ങ് സ്പിരിച്വലി ലിബറേറ്റഡ് ആയിട്ട് ഹെവനിലേക്കാണ് പോകുന്നത്, സ്വർഗ്ഗലോകത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്ത് പറ്റി, ഹെൽ ആരും ഇല്ല. അപ്പോൾ അതിനു വേണ്ടി കോസ്മിക് ബാലൻസ് പിന്നെയും കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഉണ്ടാക്കി കൊടുത്തതാണ് ഈ ക്രിസ്തു മതം. അപ്പം കുറേ ആൾക്കാർ ഹെല്ലിലേക്ക് പോകും എന്നുള്ള രീതിയിൽ ഒരു കഥ ഉണ്ടായി വരുന്നു. അതുപോലെ തന്നെ രാംലീല പെർഫോമൻസസിലൊക്കെ നോർത്ത് ഇന്ത്യയിലുണ്ടല്ലോ, ഒരു ബോ ആൻഡ് ആരോ എടുത്തിട്ട് കത്തുന്ന ഒരു ആരോ അവസാനം രാവണന്റെ എഫിജിയിലേക്ക് പോയി രാവണന്റെ എഫിജി കത്തുന്നതൊക്കെ. അതിനകത്തൊക്കെ കമ്പനിയുടെ ഗവർണർ ജനറലുടെ കുപ്പായമായിരിക്കും രാവണനെ ഇടിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാം there are hints that there's ഒരു ആങ്സൈറ്റി ഇന്ത്യൻ സൈഡിൽ ഉണ്ടായി വരുന്നുണ്ട്, ഈ മിഷണറീസിൻ്റെ ഒരു പ്രഷർ. കാരണം മിഷണറീസ് ഇപ്പം വരുന്ന അമ്പലങ്ങളുടെ മുമ്പിലാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ വലിയ മേലാസിലൊക്കെ പോയി അവരുടെ പ്രവചനങ്ങൾ നടത്തും. അതൊക്കെ അപ്പോൾ ഒരു ഇറിറ്റേഷൻ ആൾക്കാർക്ക് ഉണ്ടായി വരുന്നുണ്ട്. പബ്ലിക് ഡിബേറ്റ്സും ഉണ്ടാവുന്നുണ്ട്. മുമ്പുള്ള ഡിബേറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ അക്കാഡമിക്, കുറച്ചുകൂടെ ഇന്റലക്ച്വൽ ടൈപ്പാണ്. ഇതിപ്പോൾ പബ്ലിക്കിൽ ഒരു 100 കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ ആൾക്കാരെ ഇരുത്തി രണ്ട് സൈഡ്സും ഡിബേറ്റ് ഉണ്ട്. മാത്രമല്ല ഈ സമയമാകുമ്പോഴേക്കും പത്രം വന്നിട്ടുണ്ട്. അപ്പം ന്യൂസ് പേപ്പേഴ്സിൽ ഇതിനെപ്പറ്റി കവറേജ് വരുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ ന്യൂസ് പേപ്പേഴ്സിൻ്റെ പ്രോ മിഷണറി, ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സിൽ അല്ലെങ്കിൽ പ്രോ ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സിൽ ആൻറ്റി മിഷണറി ആയിട്ടുള്ള കുറേ റൈറ്റിങ്സ്. 1840s ഒക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു നാഷണലിസ്റ്റ് ക്രിറ്റിക്കും കൂടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഭാസ്കർ പാണ്ഡുരംഗ് എന്ന് പറഞ്ഞ ഒരു മഹാരാഷ്ട്രയിലുള്ള 20 എന്തോ വയസ്സുള്ള ഒരാൾ 6 കത്തുകൾ ബോംബെ ഗസറ്റിന് അയക്കുന്നു. ആ 6 കത്തുകളിലും പിന്നുള്ള ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ പറയുന്ന എല്ലാം, എക്കണോമിക് ഡ്രീം തിയറി ആണെങ്കിൽ, റിലീജിയസ് കാര്യങ്ങളാണെങ്കിൽ, പൊളിറ്റിക്കൽ ഫ്രീഡത്തിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം അതിനകത്ത് ഈ ചെറുപ്പക്കാരൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യു ആർ സെൻസിങ് ദാറ്റ് അമംഗ് വൺ ക്ലാസ് ഓഫ് ഇന്ത്യൻസ് അറ്റ്ലീസ്റ്റ്, കുറച്ചൊരു ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഒരു ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷനും കൂടെ കിട്ടിയുള്ളവർക്ക് there is a way to respond to this. ഇതാണ് അവസാനം കുറച്ച് വയലൻസിലേക്ക് എത്തുന്നത്. മിഷണറീസിൻ്റെ ആയിട്ട് ചില സ്ഥലങ്ങളിൽ വയലൻ്റ് ആയിട്ട് വരുന്നു. 1857 റിബല്യനിൽ റിലിജൻ വാസ് എ വേ ടു ഗെറ്റ് പീപ്പിൾ ടുഗെദർ. അപ്പം നമ്മുടെ ആ 1857 റിബല്യനിലെ മുഗൾ ലീഡേഴ്സ് ആണെങ്കിലും അവധിലെ ബേഗം ആണെങ്കിലും ഇവരെല്ലാം പറയുന്നത് ഇസ്ലാമും ഹിന്ദുസും രണ്ടും അണ്ടർ അറ്റാക്കാണ് ഫ്രോം ദ വെള്ളക്കാരൻ ആൻഡ് ഫ്രോം ദ മിഷണറി. അതുകൊണ്ട് വി ഹാവ് ടു വർക്ക് ടുഗെദർ ടു ഗെറ്റ് ദിസ് പേഴ്സൺ ഔട്ട് ഓഫ് ദ കൺട്രി എന്നുള്ള ആ ഒരു റിലീജിയസ് സെന്റിമെന്റും കൂടെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്താണ് നമ്മളൊരു അഗ്രസീവ്, ഒരു മിലിറ്റന്റ് ഹിന്ദുയിസം ആൻഡ് മാസ് മൊബിലൈസേഷൻ്റെ ഒരു ഇനിഷ്യൽ ഇമ്പൾസ് നമ്മൾ കാണുന്നത്. അവിടെയാണോ ഈ ബ്രിട്ടീഷുകാർ ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ട് ഹിന്ദു മുസ്ലിം ഡിവിഷനെ കുറിച്ച് ആലോചിക്കുന്നതും? അത് 1857 ശേഷമാണ് കൂടുതലും. കാരണം 1857 ഇവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ടത് അവർക്കൊരു ക്രിസ്ത്യാനിറ്റി ഒരു കോമൺ എനിമി ആവുമോ എന്നുള്ളൊരു ചോദ്യം. ക്രിസ്ത്യാനിറ്റി മാത്രമല്ല വെള്ളക്കാർ എങ്ങനെയെങ്കിലും ഇതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ഇത് മതി എന്നുള്ള അവർക്ക് നാച്ചുറലി അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയെങ്കിലും ഡിവൈഡ് ചെയ്യണം എന്നാണ്. അത് പിന്നീട് വർക്കൗട്ടായി. പിന്നീട് ഇറ്റ് വർക്ക്സ് ഔട്ട്. ആ പീരീഡിലാണ് പിന്നെ നമുക്ക് ഈ ചരിത്രത്തിൻ്റെ വേറൊരു ഭാഗം വരുന്നത്. ഇന്ത്യൻ ലീഡേഴ്സ്, ഹിന്ദു ലീഡേഴ്സ് ഒരുപാട് എമേർജ് ചെയ്യുന്നു. അവരൊരു ഹിന്ദു റീഇൻവെൻഷനെ കുറിച്ച് ആലോചിക്കുന്നു. അവർ ഈ ബ്രിട്ടീഷ് ഫ്രെയിംവർക്കിനകത്ത്, ഒരു ക്രിസ്ത്യൻ ഫ്രെയിംവർക്കിനകത്ത് ഹിന്ദുയിസത്തെ കൊണ്ടുവയ്ക്കുന്നു. അതല്ലേ മനു പറയുന്നത്? രാമോഹൻ റായ് ആയാലും തിലകായാലും പ്രൊട്ടസ്റ്റന്റ് ഹിന്ദുയിസം. ആ പീരീഡ് ഒന്ന് പറയാമോ? പ്രൊട്ടസ്റ്റന്റ് ഹിന്ദുയിസം. അപ്പോൾ അവരും മുമ്പേ താങ്കൾ പറഞ്ഞ പോലെ ഒരു അവരൊക്കെ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആണ്. അവർ ഇംഗ്ലീഷ് വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട്. അവർക്ക് ഒരു സൈഡിൽ അവർ അംഗീകരിക്കുന്നുണ്ട് വെസ്റ്റേൺ സിവിലൈസേഷൻ ഇസ് സുപ്പീരിയർ ടു അസ് ഇൻ ടെക്നോളജിക്കൽ തിങ്സ്. അവരുടെ കയ്യിൽ സ്റ്റീം ഇതുണ്ട്, ടെക്നോളജി ഉണ്ട്, ബെറ്റർ ആയുധങ്ങളുണ്ട്, റെയിൽവേസ് കൊണ്ടുവരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് വെള്ളക്കാരൻ നമ്മളെക്കാട്ടി മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വെരി ക്ലിയർലി വെള്ളക്കാരൻ ഇസ് ഏബിൾ ടു ബി അഡ്വാൻസ്ഡ് കമ്പയർഡ് ടു അസ്. അത് അവർക്ക് അത്രയും അംഗീകരിക്കുന്നുണ്ട്. അപ്പം വെള്ളക്കാരൻ്റെ കുറേ ഫ്രെയിം വർക്ക്സും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ പ്രോട്ടസ്റ്റന്റ് മിഷണറീസ് ആണ് വരുന്നത്. അപ്പം പ്രോട്ടസ്റ്റന്റ് കൾച്ചറിൽ അവർ പറയുന്നത് എന്താണ്? ഒരു പ്യോർ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു, അതിനെ കാത്തലിക് ചർച്ചാണ് കറപ്റ്റ് ചെയ്തത്. പിന്നെ അതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പ്രോട്ടസ്റ്റന്റ് റെഫോർമേഷൻ ഉണ്ടായി വന്നതാണ് പ്രോട്ടസ്റ്റൻസിന്റെ ഒരു വാദം, അവരുടെ ഒരു വേൾഡ് വ്യൂ. ഇൻ മെനി വേസ് രാജാ രാംമോഹൻ റോയ് അതിനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം ബ്രിട്ടീഷുകാരും അങ്ങനത്തെ ഒരു നാരറ്റീവ്, അങ്ങനത്തെ ഒരു ഫ്രെയിം വർക്കിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു, അത് നമ്മളും അക്സെപ്റ്റ് ചെയ്യുന്നു. രാംമോഹൻ റോയ് അതാണ് പറഞ്ഞത്, ആദ്യം വളരെ ഒരു പ്രിസ്റ്റീൻ മെറ്റാഫിസിക്കൽ ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ഹിന്ദുയിസം ആയിരുന്നു. അത് മൊത്തം ഉപനിഷത്തിലിരിക്കുന്ന ഫിലോസഫി, വേദാന്തം, അതൊക്കെയാണ് ആക്ച്വൽ യഥാർത്ഥ ഹിന്ദുയിസം.
കറപ്ഷനിൽ കൂടെയാണ് വിഗ്രഹ പൂജയും അമ്പലങ്ങളും പുരാണങ്ങളിലെ ദൈവങ്ങളും. മിഷണറീസ് കൃഷ്ണനെ കുറ്റം പറഞ്ഞ പോലെ രാമമോഹൻ റോയും കുറ്റം പറയുന്നുണ്ട്. രാമമോഹൻ റോയ്ക്കും പിടിക്കുന്നില്ല കൃഷ്ണനും ഗോപികളും ഇങ്ങനെ കളിക്കുന്നു തോന്നുന്നു. അവർക്ക് അയാൾക്കും ഇഷ്ടമില്ല. കാരണം അയാളുടെ വിചാരം ഇത് മോശമാണ്, വളരെ പ്യൂരിറ്റൻ ഒരു പ്രൊട്ടസ്റ്റന്റ് ആംഗിളാണ് അദ്ദേഹം എടുക്കുന്നത്. അപ്പൊ ഇതിനെ റിഫോം ചെയ്യാൻ ഒരു ഹിന്ദു റെഫോർമേഷനും കൂടെ വേണം എന്നുള്ള ആ ഒരു ആർഗ്യുമെന്റ് ആണ് രാമമോഹൻ റോയ് ചെയ്യുന്നത്. അപ്പൊ രാമമോഹൻ റോയ് പ്രസൻസ് എ വെരി ഇന്റലക്ച്വൽ ആർഗ്യുമെന്റ്. ഒരു പ്രിസ്റ്റീൻ ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിലുള്ള ആ ഹിന്ദുസ് ആണ്. വേദത്തെ ആദ്യ ഭാഗം പോലും അല്ല. ആദ്യ ഭാഗത്തിൽ അഗ്നി, വരുണനും ഇന്ദ്രനും പല ദൈവങ്ങളും ഉണ്ട്. അപ്പൊ അത് പോരാ. അദ്വൈതത്തിലുള്ള ആ ഒരു ആബ്സ്ട്രാക്ട് ഗോഡ്, ഒരു രൂപവും ഫോമും മനുഷ്യരൂപവും ഒന്നും ഇല്ലാത്ത ആ ഒരു ദൈവമാണ് ഹിന്ദു ദൈവം എന്നുള്ള രീതിയിൽ രാമമോഹൻ റോയ് പറയുന്നു. ആൻഡ് അതുകൊണ്ട് രാമമോഹൻ റോയുടെ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ Hindus don't need to convert to Christianity to save themselves. Okay. They have to only convert to their original religion. All right. Original religion as he defines it. അതാണ് രാമമോഹൻ റോയ്. വേറെ ഒരു ഇത് വരുന്ന ദയാനന്ദ സരസ്വതി. ഇപ്പൊ ദയാനന്ദ സരസ്വതി രാമമോഹൻ റോയുടെ ആക്സെപ്റ്റൻസ് എത്രത്തോളം ഉണ്ടായി? ഇന്റലക്ച്വൽ ലെവലിൽ അലൗഡ് ഫോർ എ ഡിഫൻസ് ഓഫ് ഹിന്ദു. ആ സെയിം ട്രഡീഷനിലാണ് വിവേകാനന്ദൻ പിന്നെ വരുന്നത്. അദ്ദേഹം അമേരിക്കയിൽ പോയി ഹിന്ദുവിസത്തിനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഏകദേശം ഈ സെയിം ഉപനിഷദിക് അദ്വൈത വേദാന്തിക് രീതിയിലാണ്. ഇന്നും അദ്വൈത വേദാന്തയെ അത്രയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇസ് ബിക്കോസ് ഇൻ ദിസ് ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് അതിനൊരു അക്സെപ്റ്റൻസ്, ഒരു വിലയും ഇവർ കാരണം ഉണ്ടായി വന്നിരുന്നു. ആക്ച്വലി വേറെ ഉണ്ട്, വിശിഷ്ട അദ്വൈതം ഉണ്ട്, പക്ഷെ നമ്മളെല്ലാവരും ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് അദ്വൈത വേദാന്തയിലാണ്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് പാർട്ട്ലി. വേറെ ഒരു റെസ്പോൺസ് വരുന്നത് ദയാനന്ദ സരസ്വതിയുടെയാണ്. അപ്പൊ ഹിന്ദുയിസം ഇസ് ഓൾസോ ഡൈനാമിക് തിങ്. ദയാനന്ദ സരസ്വതിയുടെ ഒരു ചേഞ്ച് വരുന്നത് മിഷണറിമാരെ കണ്ടിട്ടല്ല. അദ്ദേഹം തന്നെ ഒരു ദിവസം ശിവരാത്രിയിൽ കുട്ടിയായിട്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ ഉറക്കം അണച്ച് ഇരിക്കുന്ന സമയത്ത് അച്ഛനൊക്കെ ഉറങ്ങിപ്പോയി, പക്ഷെ ഈ ചെറുപ്പക്കാരൻ ഇരുന്ന് നോക്കുന്നു. അപ്പം ശിവന്റെ വിഗ്രഹത്തിന്റെ അടിയിൽ ഒരു എലി വന്ന് അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കരണ്ട് കഴിക്കുന്നു. അപ്പൊ ദയാനന്ദൻ തന്നെ വിചാരിക്കുന്നു ഇത് ദൈവമാണെങ്കിൽ എലി എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധമല്ലയോ, അത് വന്ന് ഇത്രയൊക്കെ കാണിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതിന്റെ അർത്ഥം വിഗ്രഹ ദൈവമല്ല. പിന്നെ അദ്ദേഹം വീട് വിട്ടിറങ്ങാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇന്ത്യ അല്ലയോ, ഇന്ത്യയിൽ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ വേറെ ഒരു വഴിയിലേക്ക് പോകുമ്പോൾ ആദ്യം വീട്ടുകാർ എന്നത് കല്യാണം കഴിപ്പിക്കുകയാണ്. കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ അയാൾ ഓടിപ്പോയി, നടന്നില്ല. ഓടിപ്പോയി ഒരു സന്യാസിയായിട്ട് ഇന്ത്യയിൽ മൊത്തം കറങ്ങുന്നു. ഒരുപാട് ആൾക്കാരെ കാണുന്നു, ഭാങ് കുടിക്കുന്നു. ഏതോ ഒരു സ്ഥലത്ത് ഒരു ശവത്തിനെ കണ്ടു. ശവത്തിനെ റിവറിൽ നിന്ന് വലിച്ച് തുറന്ന് നോക്കി. സംസ്കൃത പുസ്തകങ്ങൾ എഴുതിയേക്കുന്നത് തന്നെയാണോ അകത്തെ രൂപം? അല്ല. പുസ്തകങ്ങളും ശവവും രണ്ടും കളഞ്ഞു വിട്ടിറങ്ങി. അങ്ങനെ പല പല എക്സ്പീരിയൻസസ് ഒക്കെ ചെയ്ത് അവസാനം മഥുരയിൽ പോയി ഒരു ഗുരുവിനെ കണ്ടുപിടിച്ച് ആ ഗുരുവാണ് പറഞ്ഞത് യുവർ മിഷൻ ഇസ് ടു റിവൈവ് ദ വേദിക് ട്രഡീഷൻ. അപ്പൊ ആ വേദിക് ട്രഡീഷനാണ്. പക്ഷേ അത് രാമമോഹൻ റോയിനെ പോലത്തെ ഒരു ഇന്റലക്ച്വൽ ഇത് മാത്രമല്ല, ദയാനന്ദന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ പബ്ലിക്കിനെയും കൂടെ ഒരു ഇൻവോൾവ് ചെയ്യണം. അതിന് ഫസ്റ്റ് ഹി ട്രൈഡ് ടു ഗോ ടു ഹിന്ദു രാജാസ്. 1877 വലിയൊരു ദർബാർ ഉണ്ടായിരുന്നു. ക്വീൻ വിക്ടോറിയ ഇന്ത്യൻ എംപ്രസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തപ്പം വലിയൊരു ദർബാറിൽ ഇന്ത്യയിലെ മൊത്തം രാജാക്കന്മാരും ഒക്കെ വന്നിരുന്നതിന് ആ സ്ഥലത്ത് പോയി. കാരണം അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഈ ഹിന്ദു പ്രിൻസസിനെ ഒരുമിച്ച് കൊണ്ടുവന്ന താഴെ നിന്നും കൂടെ ഒരു പബ്ലിക് മൂവ്മെന്റ് ആയിട്ടും കൂടെ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഓൾറെഡി 1870s ഒരു ആഗ്രഹമുണ്ട് ഇതിനെ ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് ആക്കണമെന്ന്. പക്ഷെ അത് നടന്നില്ല. പിന്നെ അദ്ദേഹം കുറേ ട്രഡീഷണൽ ആൾക്കാരുമായിട്ട് ഡിബേറ്റ് ചെയ്തു സംസ്കൃതത്തിൽ. പക്ഷെ അതുകൊണ്ടും നടക്കുന്നില്ല. കാരണം ഈ സംസ്കൃതം സംസാരിക്കുന്നതൊക്കെ വളരെ എലീറ്റ് ആയിട്ടുള്ള ബ്രാഹ്മിൻസ് ഇൻ സം ഹോളി ടൗൺസ് ആണ്. അപ്പൊ അവരുമായിട്ടും നടന്നിട്ടും വലിയ താഴെ നിന്നുള്ള ഒരു റീജനറേഷൻ ഉണ്ടായിരുന്നില്ല. അവസാനമാണ് ആര്യ സമാജ് രാമമോഹൻ റോയുടെ സെയിം ബ്രഹ്മസമാജുകാരെയൊക്കെ കാൽക്കട്ടയിൽ കണ്ടിട്ട് ഇദ്ദേഹവും ബോംബെ വന്നിട്ട് ആര്യ സമാജ് തുടങ്ങുന്നത്. എന്നിട്ട് ആര്യ സമാജ് വെരി മച്ച് മാസ് മൂവ്മെന്റ് കൈൻഡ് ഓഫ് തിങ്. പശുവിനെ, ദ സേക്രഡ് കൗവിനെ ഒരു എംബ്ലം ആക്കിയിട്ട് അത് പല പല ജാതികൾക്കും കൗ ഇസ് സേക്രഡ്. അപ്പം നിങ്ങളുടെ ജാതി എന്താണെന്നേലോ നിങ്ങളെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടി ദ കൗ ബിക്കേം എൻ ഇമ്പോർട്ടൻറ്റ് മോട്ടീവ്. പിന്നെ മിഷണറി ഗ്രൂപ്പ്സ് ചെയ്യുന്ന അതേ സ്ട്രാറ്റജീസിനെ ഇൻവേർട്ട് ചെയ്തിട്ട് ഹിന്ദുയിസത്തിന് വേണ്ടി യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ ഫ്രാൻസിസ് സേവിയറൊക്കെ ആദ്യം പോർച്ചുഗീസ് കാലത്ത് വന്നപ്പോൾ ഹോൾ വില്ലേജസിനെ കൺവേർട്ട് ചെയ്യുമായിരുന്നു. 100 കൂട്ടം ആൾക്കാർ ഒരേ സമയത്ത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ആര്യ സമാജുകാരും ഒരുപാട് കൺവേർട്ട് ആയി പോയവരെ തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. മിഷണറി സ്ട്രാറ്റജി ഇന്റേർണലി ബാക്ക് ടു ഹിന്ദുയിസം കൺവേർട്ട് ചെയ്ത് പോയവരെ. അതിന് ചില ഫണി കോൺസിക്വൻസസ് ഉണ്ടായിരുന്നു. ഒരു ബറോഡയിലെ ഒരു രാജാവ് ഒരു കല്യാണം കഴിച്ച ഒരു സൗത്ത് ഇന്ത്യൻ സ്ത്രീയായിട്ട് ഒരു ലവ് അഫെയറിലായി. അപ്പൊ പിന്നെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് വേറെ ഭർത്താവുണ്ട്. ഇത് 20th സെഞ്ചുറിയിലാണ്. അപ്പൊ അവര് പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരാദ്യം ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ ആദ്യ ഭർത്താവ് വിട്ടിട്ട് പോകും. പിന്നെ അവർ ആര്യ സമാജിൽ പോയി റീകൺവേർട്ട് ചെയ്തിട്ട് ബറോഡ രാജാവിനെ. അപ്പൊ സം ഫണി തിങ്സ് ദാറ്റ് ഹാപ്പൻ. പക്ഷെ കുറെ കൂടെ ഒരു മസ്ക്യുലർ മാസ് ബേസ്ഡ് മിലിറ്റന്റ് ഹിന്ദു ആ ഒരു ടെൻഡൻസി നമ്മൾ കാണുന്നത് ആര്യ സമാജിലാണ്. പക്ഷെ ഒരു മൂന്നാമത്തെ റെസ്പോൺസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഞാൻ സൈറ്റ് ചെയ്യുന്നത്, അത് ഫുലെ, മഹാത്മാ ഫുലെ, മഹാരാഷ്ട്ര. അതും മിഷണറിയുടെ ആർഗ്യുമെന്റ് എടുക്കും, പക്ഷെ അത് വിത്തിൻ ഹിന്ദുയിസം ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ഇപ്പം ബ്രാഹ്മണിക്കലിനെതിരല്ലേ?
അതെ. അപ്പം ഈ കൃഷ്ണന്റെ കഥകളും കൃഷ്ണനെ കളിയാക്കുന്നതും ബ്രഹ്മാവിനെ കളിയാക്കുന്നതും ആ കഥകളൊക്കെ ഫുലെയുടെ റൈറ്റിംഗ്സ് വളരെ പൊളമിക്കലാണ്. ഇന്നത്തെ കാലത്ത് ഫുലെ എഴുതിയിരുന്നെങ്കിൽ വല്ല ഭാരതീയ ന്യായ സംഹിതയുടെ പേരിൽ കാരണം അത്രയ്ക്ക് പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫുലെയുടെ മറാഠി റൈറ്റിംഗ്സ് ഉള്ളത്. എനിക്ക് മറാഠി വായിക്കാം, അപ്പൊ ഞാൻ നേരെ പോയി റൈറ്റിംഗ്സ് പോയി വായിച്ചിട്ട് ഞാൻ തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇംഗ്ലീഷിലുണ്ട്, കുറെ ട്രാൻസ്ലേഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് മറാഠി വായിക്കാവുന്നതുകൊണ്ട് ഐ വാണ്ടഡ് ടു സീ വാട്ട് ഭാഷ ഹി യൂസസ്. വളരെ തീവ്രമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഹിസ് ഉദ്ദേശം വാസ് ഉള്ളിൽ നിന്ന് തന്നെ പുറത്തെ ഒരു ഒപ്രസർ, ഒരു വെള്ളക്കാരൻ അല്ലെങ്കിൽ ഒരു മിഷണറിയെ നമ്മൾ റിജക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ കുറെ കൂടെ എളുപ്പമാണ്. വാട്ട് അബൌട്ട് ഓപ്പറേഷൻ വിതിൻ, അതിനെയും കൂടെ ചേഞ്ച് ചെയ്തെടുക്കണം എന്നുള്ള അത് മൂന്നാമത്തെ ഒരു ഇമ്പൾസ് ആയിട്ട് തോന്നി. അപ്പോൾ ഒരു ഇന്റലക്ച്വൽ രാംമോഹൻ റോയ് ടൈപ്പ് റെസ്പോൺസ് ഉണ്ട്, ഡൗൺ ടു വിവേകാനന്ദ. പിന്നെ ഒരു ദയാനന്ദ സരസ്വതി ടൈപ്പ് മാസ് മൊബിലൈസേഷൻ വിച്ച് ഇസ് ഡയറക്ട്ലി ലിങ്ക് ടു ഹിന്ദുത്വ. കാരണം ഇപ്പം അടൽ ബിഹാരി വാജ്പേയിയുടെ അച്ഛൻ ആണെങ്കിലും ഹിന്ദുത്വയിലെ ഒരുപാട് ആൾക്കാർ they were directly inspired by the ആര്യ സമാജ് in various ways. അല്ലെങ്കിൽ ആര്യ സമാജിന്റെ മെമ്പേഴ്സ് ആയിരുന്നു. സാവർക്കർ വരെ ജയിലിൽ ഇരിക്കുമ്പോൾ പറയുന്ന ആര്യ സമാജ് ചെയ്ത പോലെ റീകൺവേർഷൻ നമ്മൾ ചെയ്യണം. ആര്യ സമാജ് അതിന്റെ ഒരു മോട്ടിഫായിട്ട് കാണാം. മൂന്നാമത്തേത് ഫുലെ, വിച്ച് ഇസ് ദാറ്റ് ഇന്റേണൽ ക്രിറ്റിസിസം വിച്ച് ലീഡ്സ് ടു ഇവൻച്വലി അംബേദ്കർ. ആ ഒരു ട്രഡിഷൻ നമുക്ക് അവിടെ കാണാം. അങ്ങനെ പല റെസ്പോൺസസ് ആണ് ഈ കാലത്ത് വരുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ മിഷണറീസിനും പല സ്ട്രാറ്റജീസും പല ഫോംസ് ഓഫ് അഡാപ്റ്റിംഗ് ടു ഇന്ത്യൻ സൊസൈറ്റി ഉള്ള പോലെ ഹിന്ദു ഈ ഒരു റീഇൻവെൻഷന്റെ കാലത്ത് അത് ഒരു ഫോം അല്ലെങ്കിൽ ഒരു ഫോമാറ്റിലല്ല വന്നത്. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രിയിൽ ഡിഫറെന്റ് രീതിയിലാണ് ആൾക്കാർ അതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത്. ഈ ഫൂലെ ഒരു ബ്രാഹ്മണിക്കൽ ഇത് പറഞ്ഞതുപോലെ തന്നെ നാരായണ ഗുരു ചെയ്യുന്നുണ്ട്, പക്ഷെ അത് തിരിച്ചാണ്. അതെ, ബ്രാഹ്മണൈസ് ചെയ്യുക എന്ന് പറയുന്ന ലോവർ കാസ്റ്റിനെ അല്ലെ, അതുകൂടി ഒന്ന് പറയാമോ? അത് ഞാൻ ആക്ച്വലി ജസ്റ്റ് ഒരു പാസേജിൽ ഞാൻ കണ്ടു. വിച്ച് വാസ് ദാറ്റ് ഫുലെയുടെ ഒരു കംപ്ലീറ്റ്ലി റാഡിക്കൽ രൂപം കാണിക്കാൻ വേണ്ടി വേറെയും 2-3 എക്സാമ്പിൾസ് പറഞ്ഞു. അതിന്റെ കൂട്ടത്തെയും പറഞ്ഞാണ് ഇവിടെ ശ്രീനാരായണ ഗുരുയുടെ ഒരു ട്രഡീഷൻ നോക്കിയാൽ ഹി വാസ് ഓൾസോ ക്രിട്ടിക്കൽ ഓഫ് കാസ്റ്റ്. പക്ഷെ ഹി വാസ് ക്രിട്ടിക്കൽ ഓഫ് ബ്രാഹ്മണിക്കൽ സോഷ്യൽ പ്രാക്ടീസ് എന്ന് വെച്ചാൽ ആ ഒരു ബ്രാഹ്മണിസത്തിന്റെ എങ്ങനെ സൊസൈറ്റിനെ അത് എഫക്ട് ചെയ്യുന്നു, കാസ്റ്റ് വഴി, ഇനിക്വാളിറ്റി വഴി, അൺടച്ചബിലിറ്റി വഴി. ഹി വാസ് വെരി ക്രിട്ടിക്കൽ ഓഫ് ദാറ്റ്. പക്ഷെ അതിന്റെ ആ ഫിലോസോഫിക്കൽ കോണ്ടെന്റിനെ അങ്ങനെ റിജക്ട് ചെയ്തില്ല. ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫിലോസോഫിക്കൽ കോണ്ടെക്സ്റ്റ്. ഈഴവ സമുദായത്തിനെ ചിലപ്പോൾ വഴക്ക് പറയും, ഇങ്ങനത്തെ രീതി ഈ പഴയ കള്ളും മാംസവും കഴിക്കുന്ന ദൈവങ്ങളെ പൂജിക്കരുത്, ശിവനെ പോലത്തെ ദൈവങ്ങളെ പൂജിക്കണം. ബിക്കോസ് ഹി വാസ് ട്രൈങ് ടു മൂവ് ദം ഇൻ ദാറ്റ് ഡയറക്ഷൻ. പക്ഷെ ഫുലെയുടെ അങ്ങനെയല്ല. ഫുലെ ആക്ച്വലി റിജക്റ്റഡ് ദ ഹോൾ തിങ്. ഫുലേക്ക് ഇതിനകത്തൊന്നും താല്പര്യമില്ല. ഒരുപക്ഷെ ഹിന്ദുയിസത്തിനെ ഇടയ്ക്ക് വെച്ച് തള്ളിപ്പറയും, ഹിന്ദുയിസം എന്ന് പറയുന്ന മതമില്ല എന്നൊക്കെ നാരായണ ഗുരു പറയുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അതെ, അല്ല പിന്നെ ഫുലെ തന്നെ ആൾക്കാർ മിഷണറി ഇൻ ഹിന്ദു ക്ലോതിംഗ് ഒക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. മിഷണറി ഇൻ ഹിന്ദു ക്ലോതിംഗ് എന്ന് വെച്ചാൽ ഇയാൾ ഹിന്ദു എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ ഹിന്ദു രൂപത്തിലിരിക്കുന്നത്, പക്ഷെ അദ്ദേഹത്തിന്റെ വായിന്ന് വരുന്ന എല്ലാ മിഷണറികളെ പോലത്തെ സംസാരമാണ്. അപ്പൊ ഇവരെല്ലാം ഇതിന്റെ ഉദ്ദേശവും അഗൈൻ ഇസ് ടു ഷോ ദെയർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റെസ്പോൺസസ്. അല്ലാതെ ഒറ്റ റെസ്പോൺസ് അല്ല, പല പല ടൈപ്പിൽ പല പല രീതികളിൽ ടു ഡിഫറെന്റ് ഡിഗ്രീസ്. ഒരാൾ വളരെ റാഡിക്കൽ ആയിരിക്കും, ഒരാൾ ഇച്ചിരി റാഡിക്കലിസം കുറവായിരിക്കും, പിന്നെ ഒരാൾ തീരെ റാഡിക്കലിസം ഇല്ലാത്തവർ കാണും. അങ്ങനെ ഒരു സ്പെക്ട്രമാണ് നമ്മൾ കാണുന്നത്. ഫൈനലി യു ആർ കമ്മിങ് ടു സവർക്കർ. സവർക്കറിന്റെ തിലക് ഉണ്ട്. ഓഫ് കോഴ്സ് തിലക് പറഞ്ഞുകൊണ്ട് തന്നെ സവർക്കറിലേക്ക് എത്താം. തിലക് എന്താണ് ചെയ്തത് ഈ ഒരു റീഇൻവെൻഷനിൽ? തിലക് എന്ന് വെച്ചാൽ തിലക്കിന്റെ കാലം ആകുമ്പോഴേക്കും നാഷണലിസം വന്നു. പക്ഷെ ആ മോഡറേറ്റ് കോൺഗ്രസിന്റെ നാഷണലിസം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന നാഷണലിസമാണ്. പക്ഷെ കുറെ കൂടെ മോഡറേറ്റ് ആണ്. തിലക് അങ്ങനെയല്ല കാണുന്നത്. തിലക്കിന്റെ മനസ്സിൽ ഓൾറെഡി മെയിൻ ഇവിടുത്തെ നാഷണാലിറ്റി എന്ന് പറഞ്ഞ ഒരു ഹിന്ദു നേഷൻ ആണ്. അതുകൊണ്ട് തന്നെ തിലക് പറയുന്നത് നമ്മുടെ റിലീജിയസ് ഫെസ്റ്റിവൽസിനെയൊക്കെ പൊളിറ്റിക്കൽ ഫെസ്റ്റിവൽസ് ആയിട്ട് മാറ്റിയെടുക്കണം. അപ്പം ഗണപതി ഫെസ്റ്റിവൽ ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗണപതി, ഇറ്റ്സ് അബൌട്ട് ബ്രിങ്ങിങ് പീപ്പിൾ ടുഗെദർ ആസ് ഹിന്ദുസ് ഇൻ വൺ ബ്ലോക്ക്. ആ ഒരു മെജോറിറ്റിയെ നമ്മൾ ഒരു ബ്ലോക്ക് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഇറ്റ് ബിക്കംസ് എ വെരി പവർഫുൾ പൊളിറ്റിക്കൽ മൂവ്മെന്റ്. അപ്പൊ റിലിജിയനെയും പൊളിറ്റിക്സിനെയും ഫ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. മറ്റേ കോൺഗ്രസ്സുകാർക്ക് ഗോഖലെക്കൊന്നും അത് വേണ്ട. ഗോഖലെയൊക്കെ പറഞ്ഞ റിലിജിയനെ മാറ്റി നിർത്തിയിട്ടുള്ള പോളിറ്റിക്സ് ആണ് വേണ്ടത്. തിലക്കിന് തിരിച്ചാണ്. അതുപോലെ തന്നെ ഈ വേർഡ് ഹിന്ദുത്വ ഓൾറെഡി ആ സമയമാകുമ്പോഴേക്കും ഉണ്ട്. ഓൾറെഡി ആ സമയത്തേക്ക് ഉണ്ട് ഹിന്ദുത്വ എന്നുള്ള വേർഡ്. അപ്പം ബംഗാളിലാണ് എനിക്ക് ബങ്കിമാണ് ആദ്യം ഉപയോഗിക്കുന്നത്. പിന്നെ ചന്ദ്രനാഥ് ബാസു എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉപയോഗിക്കുന്നുണ്ട്. അതൊരു കുറെ കൂടെ ഒരു സീരിയസ് രീതിയിൽ. തിലക്കും പക്ഷെ അതിനെ ഡിഫൈൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ തിലക്കിന്റെ ഒക്കെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റിലീജിയസ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വേദങ്ങളിൽ ഒരു ഫെയ്ത്ത് വേണം. അതുപോലെ തന്നെ യു ഹാവ് ടു ബിലീവ് ഇൻ മൾട്ടിപ്പിൾ പാത്സ്. ആ മിഷണറിമാരോട് പണ്ടുള്ളവർ പറയുന്ന പോലെ തന്നെ ഒരു വഴി മാത്രമല്ല പല വഴികളും ഉള്ള ആ ഒരു വിശ്വാസം വേണം എന്നുള്ള റിലീജിയസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് തിലക് ചെയ്യുന്നത്. മാത്രമല്ല തിലക്കിന് എന്തൊക്കെ പറഞ്ഞാലും കാസ്റ്റ് അങ്ങനെ വിടാൻ ഒരു താല്പര്യക്കുറവുണ്ട്. കാരണം ഓൾ സൈഡ് ആൻഡ് ഹി വാസ് ഓൾസോ ബ്രാഹ്മൺ. അപ്പൊ അദ്ദേഹം പറയുന്നത്
നമ്മളെല്ലാം ഹിന്ദുസ് ആയിട്ട് ബിഹേവ് ചെയ്യണം, ഒരു ഗ്രൂപ്പായിട്ട് ബിഹേവ് ചെയ്യണം, പക്ഷെ ആ ഗ്രൂപ്പിനുള്ളിലുള്ള ഐഡന്റിറ്റിക്കും അതുപോലത്തെ സാങ്ക്ടിറ്റി ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ സ്ലോട്ടിൽ വെച്ചുകൊണ്ട് വേണം അവർ ഓപ്പറേറ്റ് ചെയ്യാൻ. അതാണ് തിലക്കിന്റെ ഒരു പെർസ്പെക്ടീവ്. അല്ല, പച്ചവെള്ളം പോലും ബ്രാഹ്മണന്റെ വീട്ടിൽ നിന്ന് കുടിക്കുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ. ആരും അദ്ദേഹത്തിന് ഒരു ഈ പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞു, നോട്ട്സിൽ കാണും ചിലപ്പം. ഒരിക്കൽ ആരാണ്ട് എന്നോട് ഒരു കഥയുണ്ട്, അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾ ഇത്രയും പൊളിറ്റിക്കലി ഒരു റാഡിക്കൽ ആയിട്ട് സോഷ്യൽ കാര്യങ്ങൾക്ക് എന്താ ഇത്രയും ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, വളരെ മോഡറേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, ആ റാഡിക്കലിസം ഒന്നും സോഷ്യൽ കാര്യങ്ങളിൽ കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം കോൺഗ്രസ് മീറ്റിംഗ്സ് ഒക്കെ വരുമ്പം സ്വന്തം ഭക്ഷണം വേറെ ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, പേഴ്സണലി എനിക്കിതൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല, പക്ഷേ ഞാൻ ഒരു സമുദായത്തിന്റെ ലീഡറാണ്, അപ്പൊ ദേ ഹാവ് സർട്ടൻ എക്സ്പെക്ടേഷൻസ് ഓഫ് മീ, അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയും. പോയിന്റ് ഈസ് ഒരു റിലക്ടൻസ് ഉണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ വിടാൻ വേണ്ടി. സോ ഹി വാസ് നെവർ ഏബിൾ ടു മേക്ക് ഹിന്ദുത്വ ഈദർ ഡിഫൈൻ ഇറ്റ് പ്രോപ്പർലി, അല്ലെങ്കിൽ അതിനൊരു പോർട്ടന്റ് ആയിട്ടുള്ള രൂപം കൊടുക്കാൻ തിലക്കിന് സാധിച്ചില്ല. പക്ഷെ തിലക്കിന്റെ ഒരു ഡിസൈപ്പിൾ ആണ് സാവർക്കർ. സാവർക്കർ ഇംഗ്ലണ്ടിൽ പോയെങ്കിൽ തിലക്കാണ് അതിന്റെ റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതി കൊടുത്തത്. സാവർക്കർ ആദ്യം പബ്ലിഷ് ചെയ്യുന്ന പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന തിലക്കിനാണ്. ആൻഡ് സാവർക്കറിന്റെ ഡെഫിനിഷൻ ഇസ് മച്ച് മോർ പോർട്ടന്റ്. കാരണം സാവർക്കർ റിലിജൻ ഇതിനകത്തുനിന്ന് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് മാറ്റിയെടുക്കുന്നു. ഹി സേസ് ദെയർ ആർ ഓൺലി 2 പാരാമീറ്റേഴ്സ്, ഫാദർലാൻഡ് ആൻഡ് ഹോളി ലാൻഡ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സും ഈ നാട്ടിലെ ആയിരിക്കണം, നിങ്ങളുടെ ഹോളി ലാൻഡും ഈ നാട്ടിലായിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ സീക്രട്ട് സ്പോട്ട്സ് എല്ലാം ഈ നാട്ടിലായിരിക്കണം. ഒന്ന് മാത്രം കൊണ്ട് നടക്കില്ല. ഇപ്പൊ ഹോളി ലാൻഡ് മാത്രമാണെങ്കിൽ ചൈനയിലുള്ള ബുദ്ധന്മാർക്കും വന്ന് പറയാം ബുദ്ധിസം ഇവിടെയല്ലേ ഉണ്ടായത്, അപ്പൊ ഞങ്ങളും ഹിന്ദുസാന്ന് പറയാം, അത് പറ്റില്ല. ഡിസെന്റ് മാത്രം പറ്റില്ല, കാരണം അങ്ങനെ ആണെങ്കിൽ ക്രിസ്ത്യൻസും മുസ്ലിംസിനും പറയാം അവർ ഇവിടുത്തെ തന്നെയാണ്, അതുകൊണ്ട് അവർക്കും ആവാം. രണ്ടും കൂടെ ചേർത്ത് വേണം. അങ്ങനെ വരുമ്പം ഹിന്ദുയിസം ഹിന്ദുത്വയുടെ ഒരു ചെറിയ ഭാഗമായിട്ടേ വരത്തുള്ളൂ. അപ്പം ശക്താസ്, വൈഷ്ണവാസ്, ശൈവാസ്, സിഖ്സ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ്, ഇതിനകത്ത് ശക്ത, ശൈവാസ്, വൈഷ്ണവാസ് കാണും ഹിന്ദുയിസത്തില്, മറ്റേത് ഹിന്ദുയിസത്തിലെ അല്ല. പക്ഷെ അവർ ആ ഹിന്ദു പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടാണ് സാവർക്കർ അവരെ കാണുന്നത്. അപ്പൊ ഹി സിംപ്ലിഫൈസ് ദ ഡെഫിനിഷൻ. ഹൂ ഡസ് ഇറ്റ് ലീവ് ഔട്ട്? ക്രിസ്ത്യാനി ആൻഡ് ദ മുസ്ലിം. അതാണ് അതിന്റെ പ്രൈമറി ഉദ്ദേശം. സോ ആ ഹിന്ദുത്വയുടെ ഒരു പോർട്ടന്റ് ആയിട്ടുള്ള എൻഡ്യൂറിംഗ് ഡെഫിനിഷൻ ഇപ്പോഴും നമ്മൾ ഹിന്ദുത്വയെ ഡിഫൈൻ ചെയ്യുമ്പോൾ സാവർക്കറുടെ ഡെഫിനിഷനാണ് ആലോചിക്കുന്നത്. അതിന് മുമ്പ് ആൾക്കാർ ഡിഫൈൻ ചെയ്ത് നമ്മൾ ആലോചിക്കാറില്ല. അത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതാണ് പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കണ്ടംപററി ഡിബേറ്റിൽ നമ്മൾ ഇപ്പോഴും കാണുന്നത് സവർക്കറിൽ വന്ന് അത് നിൽക്കുന്നതാണ്, അതിനെ പുറകോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് മനു ഈ പുസ്തകത്തിൽ. ഞാൻ ആദ്യം ഇതിന്റെ ആദ്യത്തെ ടൈറ്റിൽ ഓർത്തപ്പോൾ അതിന്റെ സബ് ടൈറ്റിൽ വിചാരിച്ചു, ഇപ്പൊ ഇത് ദ മേക്കിംഗ് ഓഫ് ദ മോഡേൺ ഹിന്ദു ഐഡന്റിറ്റി എന്നാണ് ഇതിന്റെ സബ് ടൈറ്റിൽ. ആദ്യം ഒരു പ്രീ ഹിസ്റ്ററി ഓഫ് ഹിന്ദു നാഷണലിസം എന്നാണ്. അപ്പൊ ഹിന്ദു നാഷണലിസത്തിനെ പറ്റി കുറെ പുസ്തകങ്ങളുണ്ട്, ക്രിസ്റ്റോഫ് ജാഫർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ അവിടം വരെ എത്തി, നമ്മൾ എങ്ങനെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു താല്പര്യം. 20th സെഞ്ചുറിയിലെ ഹിന്ദുയിസത്തെ ഫ്രെയിം ചെയ്യുന്നതിൽ സവർക്കറിന് വലിയ പങ്കുണ്ട്. ഹിന്ദുയിസത്തിന് ഉണ്ടോന്ന് പറഞ്ഞൂടെ, പക്ഷെ ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ അതിലുണ്ട്. ഹിന്ദുയിസത്തിന് അതില്ല, തീർച്ചയായിട്ടും അത് വേറെ ഒരുപാട്. പശുവിനെ വർഷിപ്പ് ചെയ്യുന്നതിനെ കളിയാക്കിയിട്ടുണ്ട്, കാസ്റ്റിനെ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ. പക്ഷെ അങ്ങനെ വന്ന ഹിന്ദു പൊളിറ്റിക്സിന്റെ ആ ഒരു എമർജൻസിന് ഉണ്ടാക്കിയ, അൺഫോർച്ചുനേറ്റ്ലി അവിടെ വെച്ച് മനു അദ്ദേഹത്തിന്റെ ജീവിതം തീരുമ്പോൾ ഈ പുസ്തകം അവസാനിക്കുകയാണ്. ഹിന്ദുത്വ ഈസ് സ്റ്റിൽ. അതെ, അത് പക്ഷെ കോൺഷ്യസ്ലി ആയിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു ഈ പുസ്തകത്തിന്റെ എപ്പിലോഗ് എന്ന് വെച്ചാൽ ഫൈനൽ ഒരു ക്ലോസിംഗ് നോട്ടായിട്ട് ഇന്നത്തെ കാര്യങ്ങൾ എഴുതാമെന്ന്. പക്ഷെ പിന്നെ അത് വേണ്ടെന്ന് വെച്ചത് ഇന്നത്തെ കാര്യം എഴുതിയാ പിന്നെ എല്ലാവരും അതേ മാത്രം ഫോക്കസ് ചെയ്ത് ഈ ബാക്കിയുള്ളവർക്ക് 300 പേജ് ആരും പിന്നെ നോക്കും. എവറിഥിങ് ബിക്കംസ് അബൌട്ട് ദാറ്റ്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നതുകൊണ്ട് എല്ലാവരും പിന്നെ അതിന്റെ പേര് പിടിച്ച് അതേ കയറി പിടിക്കും. സോ ഐ തോട്ട് ലുക്ക് മൈ സ്ട്രെങ്ത് ലൈസ് ഇൻ ഹിസ്റ്ററി. അപ്പൊ ഞാൻ ഇൻഡിപെൻഡൻസിനെ ഒരു കട്ട് ഓഫ് പീരീഡ് ആയിട്ട് വെച്ചോണ്ട് ഈ നാരറ്റീവ് ബേസിക്കലി ഇൻഡിപെൻഡൻസ് പിന്നെ സാവർക്കറുടെ ഒരു മരണം അത്രേ ഉള്ളൂ 1960. ഫൈനലി കൺക്ലൂഡിങ് ചെയ്യുമ്പം വീണ്ടും മനു സവർക്കറും ഗാന്ധിയും ഒരുമിച്ച് പാർലമെന്റിൽ പടമായി വരുന്ന ഒരു അവസ്ഥ പറയുന്നുണ്ട്. അതാണല്ലോ ഇപ്പോൾ ഒരു പുതിയ ഫേസ്. 21st സെഞ്ചുറിയിൽ വരുമ്പോൾ ഇതൊരു വലിയ സ്വാഭാവികമായിട്ടാണ് പാർലമെന്റിലേക്ക് ഗാന്ധി വരുന്നത്. പക്ഷെ വലിയൊരു പൊളിറ്റിക്കൽ അപ്സേർജിന്റെ ഭാഗമായിട്ടാണ് 2003 അത് വരുന്നത്. അവർ രണ്ടുപേരും പൊളിറ്റിക്കലി അല്ലാതെ പോലും ഹിന്ദുയിസത്തിന്റെ 2 ഫേസ് കൂടിയാണ്. ഇൻഫാക്ട് തിലക്കന്റെ കാര്യം പറഞ്ഞല്ലോ, അതെ, സാവർക്കർ എങ്ങനെയോ തിലക്കിന്റെ ഡിസൈപ്പിൾ ആയിരുന്നു. ഗാന്ധി ഓൾസോ സോ ഹിം ഇൻ മെനി വേസ് തിലക് സക്സസ്. ഇൻഫാക്ട് തിലക് മരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ ചേർച്ചക്കുറവുണ്ട്, പക്ഷെ തിലക് മരിക്കുന്ന സമയത്ത് ഗാന്ധി ബോംബെയിലുണ്ട്. അദ്ദേഹം പൂനെയിൽ പോയി തിലക്കിന്റെ ബോഡി ക്യാരി ചെയ്ത ആൾക്കാരുടെ കൂട്ടത്തിൽ ഗാന്ധിയുണ്ട്. ആൻഡ് ഇൻ മെനി വേസ് പബ്ലിക്ലി അത് ചെയ്തിട്ട് ഗാന്ധി സോർട്ട് ഓഫ് ടുക്ക് ഓൺ as തിലക് സക്സസർ. അത്രയും നാൾ തിലക് ആയിരുന്നു ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള നാഷണൽ ഫിഗർ.
ഗാന്ധി അവിടെ വന്ന് ആ ചടങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഹി ബിക്കംസ് ഇൻ സം വേസ് വൺ സക്സസർ ടു തിലക്. അപ്പൊ രണ്ടുപേരും ശരിയാണ്. ഗാന്ധി വാസ് ഓൾസോ വെരി കമ്മിറ്റഡ് ഹിന്ദു, അതില്ലാന്ന് പറയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, 2 phases ഓഫ് ഹിന്ദുയിസം ആണ് പാർലമെന്റിൽ സവർക്കർ വരുന്നതോടുകൂടിയത്. ആൻഡ് ഏത് ഹിന്ദുയിസം ആയിരിക്കും ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയി? ഈ സാവർക്കറിന്റെ ഹിന്ദുയിസം ഉണ്ട്, ഗാന്ധിയുടെ ഹിന്ദുയിസം, ഫൈറ്റ് ആണ് ഗോയിങ് ഓൺ. അല്ല, ദ ഡിഫറൻസ് സാവർക്കറുടെ ഹിന്ദുയിസം അല്ലല്ലോ, ഹിന്ദുത്വ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ആൻഡ് ആ പൊളിറ്റിക്കൽ ഐഡിയോളജി റെസിസ്റ്റ് ചെയ്യുന്നവരും ഹിന്ദുയിസത്തിലുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓൾ ഹിന്ദുസ് ഹാവ് അക്സെപ്റ്റഡ്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലെ അത് അവർ ശ്രമിക്കുന്നത് അവരെല്ലാവരും ഒന്നാക്കാനാണ്. സോ കോൾഡ് ആൻ എത്നിക് ഡെമോക്രസി വരാൻ. പക്ഷെ അതിന് റെസിസ്റ്റൻസും വരും. കാരണം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആവുമ്പം ഇന്നത്തെ കാലത്ത് ആ പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് ഹോമോജനിറ്റി വേണം, എല്ലാം ഒരേപോലെ വേണം. ഈ പറഞ്ഞ പോലെ വൺ നേഷൻ, എവറിഥിങ് ഇസ് വൺ നേഷൻ, വൺ സംതിങ്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ അതിന് നാച്ചുറലി കുറേ റെസിസ്റ്റൻസ് വരും. കാരണം കൾച്ചറലി പീപ്പിൾ ആർ സ്റ്റിൽ വെരി ഡൈവേഴ്സ്. സത്യമായിട്ടും നമ്മൾ കേരളത്തിലെ അമ്പലങ്ങളുടെ രീതികളല്ലായിരിക്കും ചിലപ്പോൾ തമിഴ്നാട്ടിൽ ചെയ്യുന്നത്, ഇവിടുത്തെ ഒന്നും അല്ലായിരിക്കും വടക്കേ ഇന്ത്യ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രീകോവിലിനകത്ത് കയറത്തില്ല. ഞാൻ വടക്കേ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ കണ്ടിട്ടുണ്ട്, ഒരു ശിവലിംഗത്തിന്റെ സൈഡിൽ ഒരാൾ നിന്ന് ഒരു ഹോസ് വെച്ച് അതിനെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അവിടെ അത് പറ്റും, ഇവിടെ അത് പറ്റില്ല. അപ്പം ഒരുപാട് വ്യത്യാസങ്ങൾ അങ്ങനത്തെ ഉണ്ട്. ഇൻ സം വേസ് ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്, അല്ലേ? അപ്പം ഐ തിങ്ക് ഹിന്ദുയിസം ഇസ് സംതിങ് മച്ച് ബിഗർ. ഹിന്ദുത്വ, അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത്. ചില പൊളിറ്റിക്കൽ ഡൈനാമിക്സ് കാരണം ഓൾമോസ്റ്റ് ഒരു ഡിഫെൻസീവ് റെസ്പോൺസ് ആയിട്ട് ഉണ്ടായി വന്ന സംഭവമാണ് ഹിന്ദുത്വ. Hinduism is a broader story. But my own vishwasam is that natural dynamism of Hinduism will continue in some way. This is one chapter in it, but I don't know how far this will prevail. അല്ലല്ലോ, ഹിന്ദുയിസത്തിനകത്ത് ഈ രാഷ്ട്രീയം വന്നതോടുകൂടി ഈവൻ സവർക്കർ ഈ ഒരു ഫാസിസ്റ്റ് ലൈനോട് കൊണ്ടുവന്നു. നാസി സ്നേഹം അയാൾ പ്രകടിപ്പിക്കുന്നുണ്ട്, തുറന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹിന്ദു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഇപ്പോൾ അതൊരു ഫാസിസ്റ്റ് ലൈനിലേക്ക് പോകുന്നു നമ്മൾ പറയുന്നത്, നമ്മൾ കാണുന്നത്. അതിനെന്ത് ഫ്യൂച്ചർ എന്നുള്ളത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഫ്യൂച്ചർ ഹിന്ദുയിസത്തിന്റെ ഫ്യൂച്ചറുമായിട്ടും ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യും, പല രീതിയിലാവും. അത് ഈ പറയുന്ന യൂണിറ്റി അവിടെ നിൽക്കില്ല, ഇല്ലേ? അതെ, അതുകൊണ്ട് തന്നെ നമ്മള് താങ്കളല്ലേ അന്ന് എന്നോട് ഒരു ഇമെയിൽ വഴി ചോദിച്ചത് ഈ നമ്മുടെ അയോധ്യയിലെ അമ്പലം പണിഞ്ഞ സമയത്ത്. അപ്പം അപ്പോഴും ഞാൻ വിചാരിച്ചു, ഇത് ഇറ്റ്സ് വെരി അൺയൂഷ്വൽ, ഒരു പൂർണ്ണ ആവാത്ത അമ്പലം, അത് എന്തുകൊണ്ട് ഇങ്ങനെ പോയി ഇത്രയും ധൃതിയിൽ അത് ചെയ്തെടുക്കുന്നു. പക്ഷെ അതിനകത്ത് ഞാൻ കണ്ടത് സ്ട്രെങ്ത് അല്ല, ഹിന്ദുത്വയുടെ ഒരു അസേഷൻ അല്ല, എന്തോ ഒരു ഫ്രെജിലിറ്റി, എന്തോ സംശയമുള്ള ആളാണ് അങ്ങനെ വലിയ ധൃതിയിൽ പോയി സംതിങ് ചെയ്യുന്നത്. ഇൻ സം വേസ് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു ആ സീറ്റ് പോയി കയ്യിൽ നിന്ന്. ചിലപ്പോൾ അത് അറിഞ്ഞുകൊണ്ടായിരിക്കും, എന്തെങ്കിലും അവർക്ക് ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇത് ഇത്രയും ധൃതിയിൽ ചെയ്തത്. പക്ഷെ അതിനകത്ത് ഞാൻ കണ്ടത് ഒരു ഫ്രെജിലിറ്റി. ഇതിന്റെ അവസാന ഭാഗത്ത് ഞാൻ എഴുതുന്നത് അതാണ്. ഇപ്പൊ സാവർക്കർ ഇത്രയും പറഞ്ഞെങ്കിലും ആ ഒരു സമയത്ത് ഹിന്ദുത്വം ഉണ്ടായി വന്നെങ്കിലും 100 വർഷത്തിന് ശേഷവും അത് സോളിഡിഫൈ ആയിട്ടില്ല. ഇപ്പോഴും കാസ്റ്റിന്റെ പേരിൽ വഴക്കുകൾ നടക്കാനുണ്ട്. ഇപ്പോഴും വിതിൻ ഹിന്ദുയിസം ദർ ആർ മെനി ഹിന്ദുസ് ഹു ഡു നോട്ട് സബ്സ്ക്രൈബ് ടു ഹിന്ദുത്വ. സോ അതിനുള്ള റെസിസ്റ്റൻസിന്റെ ഒരു ഇതും ഉണ്ട്. പക്ഷെ ദാറ്റ് റെസിസ്റ്റൻസ് ഹാസ് നോട്ട് ബീൻ ആർട്ടിക്കുലേറ്റഡ് ഇൻ എ സർട്ടൻ വേ. ഇപ്പോൾ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊളിറ്റിക്കൽ ഫോം ഹിന്ദുത്വമായിട്ട് നമുക്കറിയാം. പക്ഷെ അതിന് റെസിസ്റ്റ് ചെയ്യുന്നതിന് ഒരു രൂപം ഇപ്പം വരെ വന്നിട്ടില്ല. ഭാവിയിൽ വരാം, യു നെവർ നോ. ദേ വിൽ ബി ഹിന്ദുസ് ദെംസെൽവ്സ് ഹു കം അപ്പ് വിത്ത് എ കൗണ്ടർ ടു ഹിന്ദുത്വ. പക്ഷെ ഒരു കമ്മ്യൂണൽ അറ്റ്മോസ്ഫിയർ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ മനുവിന്റെ ബാല്യകാലം പോലെ എന്റെ ബാല്യകാലത്ത് ഇല്ലാതിരുന്ന ഒരു കമ്മ്യൂണൽ അറ്റ്മോസ്ഫിയർ ഇന്നുണ്ട്. അത് ഇല്ലാന്ന് ഒട്ടും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എവിടെ നോക്കിയാലും അതിന്റെ പേരിലാണ് ഇപ്പം ഓരോന്നും നടക്കുന്നത്. അപ്പോൾ ഒരു ഹിന്ദു ഐഡന്റിറ്റിയെ കുറിച്ച് പഠിച്ചൊരു ഹിസ്റ്റോറിയൻ എന്ന രീതിയിൽ ഈ കമ്മ്യൂണൽ കൈൻഡ് ഓഫ് തിങ്കിങ് ഹിന്ദുയിസത്തിന് എന്ത് തരത്തിലുള്ള ഭാവിയാണ്, അതെങ്ങനെ ലിങ്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറയാമോ? ദാറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അത് ഭാവിയിൽ എന്ത് നടക്കും എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഭാവി എന്ന് പറയുന്നത് പഴയ പോലെ അല്ല, ഭാവി നടന്നുകൊണ്ടിരിക്കുന്ന പേഴ്സണലി ഐ ഡോണ്ട് സബ്സ്ക്രൈബ് ടു ഇറ്റ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഈ നടക്കുന്ന ഒന്നും നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആർക്ക് ഓഫ് ഹിന്ദുയിസം വെച്ച് നോക്കിയാൽ ഇറ്റ്സ് വെരി സ്ട്രേഞ്ച്, ഇറ്റ്സ് വെരി ഏലിയൻ ടു ഹിന്ദുയിസത്തിന്റെ ആക്ച്വൽ ഹിസ്റ്റോറിക്കൽ ആർക്ക് നോക്കിയാൽ നമ്മളിപ്പം ചരിത്രത്തിൽ ചിലവരുണ്ടല്ലോ, നമ്മൾ എവിഡൻസ് നോക്കി കൺക്ലൂഷനിൽ എത്തും. ചിലവർ ആദ്യം കൺക്ലൂഷൻ വെച്ചിട്ട് എവിഡൻസിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റവും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് രണ്ടും കിട്ടും, വഴക്കും കിട്ടും നല്ലതും കിട്ടും, ഇതുണ്ട്. പക്ഷെ ഒരു സമൂഹം എന്ന് വെച്ചുകൊണ്ട് ഹിയർ ആൻഡ് നൗ വാട്ട് വി ചൂസ് ഇസ് വാട്ട് മാറ്റേഴ്സ്. അല്ലാതെ മുമ്പ് നടന്നതൊന്നും വെച്ചുകൊണ്ട് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് പറയാം, പക്ഷെ അതിനുശേഷം വി ഹാവ് ടു മേക്ക് എ ചോയ്സ്. ആ ചോയ്സിന്റെ ആ ഒരു ജംഗ്ഷനിലാണ് നമ്മളിപ്പം വന്ന് നിൽക്കുന്നത്. പക്ഷെ ഈവൻ ദർ ഐ എം സ്റ്റിൽ ആൻ ഓപ്റ്റിമിസ്റ്റ്. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇത് അങ്ങനെ നമ്മൾ പേടിക്കുന്ന രീതിയിൽ മുമ്പിലോട്ട് കമ്മ്യൂണലിസം കൂടിയിട്ടുണ്ട്. ആ ഒരു ക്ലൈമറ്റ് ഹാസ് ബിക്കം വെരി വിഷിയേറ്റഡ് ഇൻ റീസെന്റ് ഇയേഴ്സ്. അത് ആർക്കും കാണാവുന്നതാണ്, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. പക്ഷേ ഐ ഹാവ് എ ഫീലിംഗ്
നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നതുകൊണ്ട് ഹിസ്റ്ററി നമ്മൾ ലോങ് ആർക്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം നോക്കിയാൽ ഇതൊരു മൂവ്മെന്റ് ആണ്, പക്ഷെ ചാപ്റ്റർ ഇനിയും കിടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നോക്കാം ഇത് എങ്ങോട്ടാണ് പോകുന്നത്. ഐ തിങ്ക് ഇപ്പോഴത്തെ ഇന്ത്യയിലെ സാഹചര്യത്തിലാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന എല്ലാ ടൈപ്പ് ആൾക്കാരും, ഇപ്പം നമ്മൾ പ്രോ ഹിന്ദുത്വം ആണെങ്കിലും ആൻറ്റി ഹിന്ദുത്വം ആണെങ്കിലും ചെറുപ്പമാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും, ഐ തിങ്ക് നമുക്ക് എല്ലാവർക്കും മുമ്പ് പറഞ്ഞ പോലെ മിഷണറീസ് വന്നപ്പോൾ ഒരു കാഴ്ചപ്പാട് കൂടാണ് വന്നത്. ഇവിടെ ഉള്ളവർക്കും ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഈ ക്ലാഷ് ഓഫ് കാഴ്ചപ്പാടിലാണ് ഈ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത്. ആൻഡ് മൈ ഐഡിയ ഹിയർ ഇസ് ദാറ്റ് നമ്മുടെ കാഴ്ചപ്പാട് മാത്രമല്ല, ലോകത്തിൽ വേറെയും കാഴ്ചപ്പാടുകളുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ടു ഗിവ് പീപ്പിൾ ദി ഐഡിയ ദാറ്റ് നമ്മൾ വിചാരിക്കുന്ന കാഴ്ചപ്പാടിൽ കൂടെ മാത്രമല്ല, സെയിം സബ്ജക്ട്സിനെയും സെയിം ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിനെയും നമുക്ക് വേറെ ഒരു കാഴ്ചപ്പാടിയും കൂടെ കാണാൻ പറ്റും.